ഇതുപോലുള്ള ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒഴിവാക്കിക്കോ, പണി കിട്ടിയിരിക്കും. ട്രസ്റ്റ് മീ ഗൈസ്, ദിസ് ഇസ് മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. നമ്മളുടെ കൂടെ നടന്ന് നമ്മൾ മുത്തേ പൊന്നേ കറള എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ചില ആൾക്കാരുണ്ട്. അതിപ്പോ നമ്മുടെ ക്ലോസ് ഫാമിലി ആയിരിക്കാം, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന ചില ചങ്കുകളായിരിക്കാം. ഇവരൊക്കെ നമ്മളുള്ളപ്പോൾ നമ്മുടെ അടുത്ത് ഭയങ്കര രീതിയിൽ ആക്ട് ചെയ്ത് നമ്മൾ അവർക്ക് എന്തോ വലിയ സംഭവമാണെന്ന് വരുത്തി തീർത്ത് നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ ആബ്സെൻസിൽ പോയി നമ്മളുടെ കുറ്റവും കുറവുകളൊക്കെ പറയുക, നമ്മളെ കുറിച്ചുള്ള നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുക. ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ള ആൾക്കാരിനെ ഒരിക്കലും അടുപ്പിക്കരുത്, പണി കിട്ടും. നിങ്ങൾ ആൾക്കാരെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒഴിവാക്കിക്കോ. അതിപ്പോ നിങ്ങൾക്ക് എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും ഒഴിവാക്കിക്കോ. അവരുടെ അടുത്തുള്ളത് റിയലായ കെയറിങ്ങോ സ്നേഹമോ ഒന്നുമല്ല. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, നമ്മുടെ അടുത്ത് അത്ര നല്ല രീതിയിൽ ആക്ട് ചെയ്ത് നമ്മൾ അവർക്ക് എന്തൊക്കെയോ ആണെന്ന് വരുത്തി തീർത്ത് ഇവിടെ അഭിനയം കണ്ടുണ്ടല്ലോ, ഓസ്കാർ അല്ലാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുത്താൽ പോലും മതിയാവില്ല. അത്രയും ആക്ടിങ് ആയി. മുൻപൊരു ചൊല്ലുണ്ട്, ഈ അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ല. കഷണ്ടിക്ക് മരുന്ന് കണ്ടുപിടിച്ചു, പക്ഷെ ഈ അസൂയക്ക് ഒരിക്കലും മരുന്നില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ ഒരിക്കലും തിരുത്താൻ കഴിയില്ല. അതുകൊണ്ട് അവരെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ നല്ല രീതിയിൽ പണി കിട്ടും. പിന്നെ എന്റെ അടുത്ത് ആക്ട് ചെയ്ത് നിൽക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, എനിക്കറിയാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്ന്, പിന്നെ നിങ്ങളുടെ ആക്ടിങ് അടിപൊളിയാണ് കേട്ടോ. എന്തുകൊണ്ടാണ് നിങ്ങളുടെ ആക്ടിങ് ആണെന്ന് മനസ്സിലാക്കിയിട്ടും ഞാനൊന്നും പ്രതികരിക്കാത്തതെന്നല്ലേ? നിങ്ങൾ എന്തൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞാലും അതൊക്കെ എന്റെ ചെവിയിൽ എത്തുന്നുണ്ട്. നീ എങ്ങനെയൊക്കെ ആക്ട് ചെയ്ത് നിന്നാലും ഇത്രയേ ഉള്ളൂ, എന്റെ ഈ സ്മൈൽ കൊണ്ടല്ലാതെ ഞാൻ ഒരിക്കലും പ്രതികരിക്കില്ല. അത്രേ ഉള്ളൂ. ബൈ.